യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിന് ഇന്ന് പകലിൽ മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ദൈവവചന ധ്യാനത്തിന് ആധാരമായിരിക്കേണ്ടതിന് വിശുദ്ധ തിരുവെഴുത്തിലെ ഒരു വേദഭാഗം ദൈവമക്കളിൽ ഒരാൾ പൊതുവിൽ വായിച്ച് സഹായിച്ചാലും, എബ്രായ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പൊതുവിൽ വായിച്ചാൽ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും. കർത്താവ് ഇവിടെ ഉണ്ടോ? ഇല്ലേ? ഇന്നിവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും, അടുത്തത്, അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് ഇളക്കിക്കളയുന്നതല്ല. എല്ലാം ഇളകിപ്പോകട്ടെ, ഉള്ളിലെ വചനം വരെ ഇളകിപ്പോകട്ടെ, ഇളക്കലല്ല. കേട്ടവര് ഉറപ്പിച്ചു തന്നതും. ഇത്ര വലിയ രക്ഷ ജയജീവിതത്തിന് ഒന്നാമത് ചെയ്യേണ്ട കാര്യം, ഇത്ര വലിയ രക്ഷയെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്നാനപ്പെട്ട മക്കളെ, നിങ്ങൾ ഗണ്യമാക്കണം. ആ രക്ഷ ഏതാണ്? ആ രക്ഷ ഇത്ര വലിയതായത് എങ്ങനെയാണ്? അവിടുത്തെ ഓമനകുമാരന്റെ രക്തത്തിന് വില മതിക്കാൻ പറ്റാത്തത് കൊണ്ട് ആമേൻ, ഇത്ര വലിയ എന്ന് പറഞ്ഞു നിർത്തി. അത് വിലയേറിയ രക്ഷയാണ്. അതിന്റെ മുതൽ മുടക്ക് വിലയേറിയതാണ്. 2, രക്ഷ. ശിമയോൻ പറഞ്ഞു, രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ആ രക്ഷ ആരാണ്? ക്രിസ്തുവാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ അവഗണിച്ചുള്ള ജീവിതം പരാജയമാകും. അതുകൊണ്ട് സ്നാനപ്പെട്ട് യേശു ക്രിസ്തുവിനോട് ചേർന്നവരായി. എന്തിനാ സ്നാനപ്പെട്ടത്? 1, യേശുവിനോട് ചേർന്നു. 2, ക്രിസ്തുവിനെ ധരിച്ചു. ആമേൻ. അവന്റെ അടക്ക പുനരുദ്ധാനത്തിലുള്ള ഏകീഭവനം. അടുത്തത് പത്രോസ് പറഞ്ഞത് എങ്ങനെയാണ്? ആ വാക്യമൊക്കെ ഇവിടെ സ്ഥാപിച്ചതാണ്. ആമേൻ. ദൈവത്തോടുള്ള നല്ല മനസാക്ഷി. യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാണ് സ്നാനം. ഹല്ലേലൂയ. അപ്പോൾ ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള ജീവിതം, ജയകരമായ ജീവിതം, രക്ഷയെ അവഗണിച്ചുള്ള ജീവിതമല്ല, രക്ഷയെ ഗണ്യമാക്കിയുള്ള ജീവിതമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഈ വചനത്തെ ആധാരമാക്കി പറയുന്നു, എല്ലാ നിമിഷവും ഈ രക്ഷയെ നിങ്ങൾ ഗണ്യമാക്കണം. നാം ഗണ്യമാക്കണം. നാം എന്ത് ചെയ്യണം? ഗണ്യമാക്കണം. രക്ഷയെ അവഗണിച്ചുള്ള ഒരു ശുശ്രൂഷയും ദൈവികമല്ല, ക്രിസ്തുവിന്റെ ആത്മാവിലുള്ളതുമല്ല. അപ്പൊ രക്ഷ എന്ത് ചെയ്യണം മക്കളെ? എന്ത് ചെയ്യണം? ഗണ്യമാക്കണം. 2 എടുത്താട്ടെ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 41-ാം വാക്യം മുതൽ 47-ാം വാക്യം വരെ ഒന്ന് വായിച്ചോ. വായിച്ചേ. സ്നാനമേറ്റു. 1 മോള് മുതൽ പഠിക്കേണ്ടതാണ്. 1 രക്ഷിക്കപ്പെട്ടു. 2 സ്നാനമേറ്റു. അടുത്തത് അതിന് മോളിൽ നിന്ന് പഠിക്കുമ്പോൾ അവര് ആത്മസ്നാനം പ്രാപിച്ചു. പരിശുദ്ധാത്മാവെന്നുള്ള ദാനം അവർക്ക്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട മക്കളിൽ ആത്മസ്നാനം പ്രാപിക്കാത്ത എത്ര പേരുണ്ട്? ആത്മസ്നാനം പ്രാപിച്ച എത്ര പേരുണ്ട്? രക്ഷിക്കപ്പെടുന്നതിന് മുന്നമേ നിങ്ങൾക്ക് ആത്മസ്നാനം പ്രാപിച്ചാൽ അത് ദൈവികമല്ല. അങ്ങനെ അതിന് വചനമില്ല. ക്രിസ്തു ഉള്ളിൽ വന്ന ശേഷമേ ഒരാൾക്ക് മറുഭാഷ പറയാൻ പറ്റുള്ളൂ. കാര്യം ക്ലിയറാണ്. അല്ലാതെ ചെറുപ്പത്തിൽ ചിലപ്പം നമ്മുടെ അമ്മ അന്യഭാഷ പറയുന്നത് മോള് പായലിരുന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും? അത് കേട്ട് പഠിച്ചേച്ച് ഇങ്ങനെ തുള്ളിക്കാണും. അപ്പോഴത്തേക്ക് അവക്ക് കിട്ടിയെന്ന് അമ്മ സർട്ടിഫിക്കറ്റ് അടിക്കരുത്. സ്തോത്രം. അത് കൊച്ച് കേട്ട് പഠിച്ചതാ. പണ്ടൊരു കൊച്ചിൻ്റെ തലയിലോട്ട് കൈവച്ചിട്ട് ചോദിച്ചു, ഒരു അന്യഭാഷയുടെ വാക്കാ പറഞ്ഞത്. അന്നേരം കൊച്ചിന് തിരിഞ്ഞത് കൂടാരാടാന്നാ തോന്നിയത്.
അന്നേരം കൊച്ചു പറഞ്ഞു ചീമാമാമയാന്ന് പറഞ്ഞു വന്നത്. ആ അന്നേരം പ്രവാചകം പുള്ളി പറഞ്ഞു പ്രാപിച്ചെന്ന്. എന്തോന്ന്? കൊച്ചു സത്യം പറഞ്ഞു കൂടെ വന്നത് അതിന്റെ സീമാമാമ അതിന്റെ ആന്റിയുടെ പേരാ. രക്ഷിക്കപ്പെടാത്ത ഒരാൾക്ക് എന്ത് കിട്ടത്തില്ല? മറുഭാഷ കിട്ടത്തില്ല. സ്തോത്രം. കിട്ടി എന്ന് പറയുന്ന ആത്മാവ് ഈ പുസ്തകത്തിന് വെളിയിലെ ആത്മാവാണ്. ഇനി അടുത്തത്, നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? കാത്തിരിക്കണം. എന്ത് ചെയ്യണം? കാത്തിരിക്കണം. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ കാത്തിരുന്ന് ആത്മസ്നാനം പ്രാപിക്കണം. അടുത്ത വാക്ക് അപ്പോസ്തോലിക ഉപദേശം കേട്ടു. അപ്പോസ്തോലിക ഉപദേശം കേൾക്കുകയും വേണം, കേൾപ്പിക്കുകയും വേണം. ചില യോഗത്തിനകത്ത് കേൾക്കുകയില്ല, കേൾപ്പിക്കുകയില്ല. കേൾക്കണം. സ്തോത്രം. അടുത്തത് കൂട്ടായ്മ യോഗത്തിന് വരണം. സ്നാനപ്പെട്ടെന്ന് പറഞ്ഞേച്ച പിന്നെ എന്ത് ചെയ്യരുത്? മുങ്ങിയെന്ന് പറഞ്ഞ് പിന്നെ മുങ്ങി നടക്കരുത്. ഒന്നും കൂടെ തെളിച്ച് പറയാം, മുങ്ങിയാരും മുങ്ങി നടക്കരുത്. ഇന്ന് സ്നാനപ്പെട്ടു, 2-3 ആഴ്ച കണ്ടു, ചിലപ്പോൾ ജോലിയോടുള്ള ബന്ധത്തിലോ പഠനത്തോടുള്ള ബന്ധത്തിലോ ദൂരെ പോയ കാര്യമല്ല പറഞ്ഞത്. അവിടെ എവിടെ കൂട്ടായ്മയുണ്ടോ, എവിടെ അപ്പം നുറുക്കുണ്ടോ അവിടെ പോകണം. ഞാൻ ഒന്നും കൂടെ തെളിച്ച് പറയാം, നിങ്ങൾ തിരുവത്താഴമുള്ള യോഗത്തിന് ഞായറാഴ്ച പോകാവൂ. സ്തോത്രം. തിരുവത്താഴമുള്ള സഭായോഗം നടക്കുന്ന സഭയിൽ എന്ത് ചെയ്യണം? പോണം. തിരുവത്താഴം തട്ടി മാറ്റിയേച്ച് ആ സമയം കൂടെ പിടിച്ച് ഇവന്റെ ഗുസ്തിയാ. ഞായറാഴ്ച യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുന്നില്ലെങ്കിൽ ആ യോഗം നെയ്യില്ലാത്ത നെയ്യപ്പം പോലാണ്. സ്തോത്രം. ഇനി അടുത്തത് താഴോട്ട് വായിച്ചോ. മക്കളെ ഒന്ന് എഴുതിയൊക്കെ എടുക്കുന്നത് നല്ല കേട്ടോ. നിർത്തി മെല്ലെയാ പറയുന്നത്. അപ്പം നുറുക്കി എന്ത് ചെയ്തു? അപ്പം നുറുക്കി ഈ ആദ്യം തിരുവത്താഴത്തിൽ എടുക്കാൻ നേരത്തൊരു കൈക്കൊരു വിറയും ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. കുറച്ച് ഇങ്ങനെ ഈ സ്ഥിരം എടുക്കുമ്പം പണ്ട് കോവിഡിന്റെ സമയത്ത് ബെണ്ണ് തട്ടിപ്പറിക്കുന്നത് പോലെ ആകരുത്. തിരുവത്താഴത്തിനകത്ത് ആ ഭക്തിയോടെ വേണ്ടാത്തതൊന്നും തിരുവത്താഴത്തിന് കർത്താവും സ്ലീഹന്മാരും ഉപദേശം നൽകിയതിന് അപ്പുറം ഒന്നും ആരും തിരികെ കയറ്റണ്ട. ഈ പിശാചിന് 2 വിധ തന്ത്രമുണ്ട്. ഒന്നീ മുമ്പോട്ട് തള്ളും, അല്ലെങ്കിൽ പുറകോട്ട് തള്ളും. ജീവിതത്തിനാ പറയുന്നത്. ഒന്നിയിൽ എന്ത് ചെയ്യും? നിങ്ങളെ യോഗത്തിനൊന്നും വിടാതെ പുറകോട്ട് എന്ത് ചെയ്യും? തള്ളും. ഇല്ലെങ്കിൽ നിങ്ങളെ എന്ത് ചെയ്യും? മുമ്പോട്ട് തള്ളും. എന്ന് പറഞ്ഞാൽ ക്രിസ്തു പറയാത്തത്, അപ്പോസ്തലന്മാർ പറയാത്തത്, ബൈബിളിൽ ഇല്ലാത്തത് സ്വന്തം മനസ്സായിട്ട് ചൂട് പിടിച്ച് പലതും ചെയ്യും. അപ്പോ ഈ പൗലോസിന്റെ പക്ഷക്കാരെ പൗലോസ് പറഞ്ഞാൽ കേൾക്കും, അപ്പല്ലോസിന്റെ പക്ഷക്കാരെ അപ്പല്ലോസ് പറഞ്ഞാൽ കേൾക്കും, അവർ ഉപദേശിച്ചാൽ കേൾക്കും. ദൈവത്തിൻ്റെതെന്ന് പറഞ്ഞു നടക്കുന്നവൻ അവനെ അനുസരിപ്പിക്കാൻ പാടാ. നമ്മുടെ മനസ്സിലെ തോന്നലുകളൊന്നും ദൈവം പറയുന്നതാകണമെന്നില്ല. അത് ഉറപ്പുവരുത്തണം. സ്തോത്രം. അത് ഉറപ്പുവരുത്തണം. നമ്മുടെ തോന്നലുകള്, നമുക്ക് ഒരാളോട് ദേഷ്യം തോന്നുക, അത് ദൈവം പറഞ്ഞു. സ്തോത്രം. ദൈവത്തിന്റെ സീല ചുമ്മാതെടുക്കരുത്. എന്റെ നാമം വൃഥാ എടുക്കരുത്. ദൈവം പറയാത്തത് ഒന്നും ദൈവം പറഞ്ഞെന്ന് പുറമറ്റം സഭയിലെ ഒറ്റ നാവിന്നും വെളിവരരുത്. പിന്നെ ദൈവം പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കിയാൽ ആ ദൈവം എന്നോടും കൂടെ ഒന്ന് പറയട്ടെ എന്ന് ഞാൻ പറയും. രക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നുമുള്ള വിടുതലാണ് രക്ഷ. ഏതാണ് ശിക്ഷ? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ കാണുന്ന ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ നിന്ന് വിമോചനം പ്രാപിച്ചവർ. സ്തോത്രം. രക്ഷയെ പഠന സൗകര്യാർത്ഥം 2ആയി വിഭജിക്കാം. സ്തോത്രം. 3ആയി വിഭജിക്കാം, അതിനെ 4ആയി വിഭജിക്കാം, 7ആയി വിഭജിക്കാം. സ്തോത്രം. ആമൻ. 1 ആളത്വപരമായ രക്ഷ, 2 ജീവിതപരമായ രക്ഷ, 3ആയി വിഭജിക്കുന്നത് ആത്മരക്ഷ, ദേഹിരക്ഷ, ശരീരത്തിന്റെ രക്ഷ.
ആമേൻ, അഥവാ ത്രികാല രക്ഷ, ഭൂതകാല രക്ഷ, ആമേൻ, വർത്തമാനകാല രക്ഷ, ഭാവികാല രക്ഷ. സ്തോത്രം. അടുത്തത് 4ആയി വിഭജിക്കാം. ആത്മരക്ഷ, ദേഹിരക്ഷ, ജീവിതപരമായ രക്ഷ, ശരീരത്തിൻ്റെ രക്ഷ. സ്തോത്രം. അടുത്തത് 5ആയിട്ട് വിഭജിക്കാം. ആമേൻ, ആത്മരക്ഷ, ദേഹിരക്ഷ, ജീവിതപരമായ രക്ഷ, ശരീരത്തിൻ്റെ രക്ഷ, കർത്താവിൻ്റെ നാളിലെ രക്ഷ. അടുത്തത് ആമേൻ, സ്തോത്രം, ആത്മരക്ഷ, ദേഹിരക്ഷ, ജീവിതരക്ഷ, ശരീരത്തിൻ്റെ രക്ഷ, കർത്താവിൻ്റെ നാളിലെ രക്ഷ. അടുത്തത് സമ്പൂർണ്ണ ആളത്വരക്ഷ, അർത്ഥാൽ നിത്യവാഴ്ച. സ്തോത്രം. ഇങ്ങനെയാണ് സോറ്റീരിയോളജി രക്ഷയെ വിഭജിച്ചിട്ടുള്ളത്. സ്തോത്രം. സോറ്റീരിയോളജി പറഞ്ഞാൽ വലിയ സാധനമൊന്നല്ല, രക്ഷയെക്കുറിച്ചുള്ള പഠനം എന്ന് മാത്രമേ ഉള്ളൂ. ആമേൻ. എന്താണ് അതിൽ ഒന്നാമത്തത്? ആളത്വപരമായ രക്ഷ, 2 ജീവിതപരമായ രക്ഷ. ഇതിൽ രണ്ടും ഞാൻ ചില വാക്യങ്ങളിലൂടെ ഈ 2 കാര്യങ്ങൾ പ്രിയമുള്ളവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ആളത്വം എന്ന് പറഞ്ഞാൽ തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന നമ്മുടെ ആത്മാവ്, നമ്മുടെ പ്രാണൻ, ദേഹം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ദേഹം, ദേഹി, ആത്മാവ്. ആളത്വത്തിൻ്റെ രൂപം എവിടുന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ വെളിപ്പാട് പുസ്തകം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ അനന്തരം നാം നമ്മുടെ സ്വരൂപം എന്ന ആളത്വം. അത് കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച ഇവിടെ പറഞ്ഞിരുന്നു. എന്നിട്ട് ഈ ആളത്വം മുഴുവനും രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? എടുക്കാം, യോഹന്നാന്റെ സുവിശേഷം എടുത്താട്ടെ. അതിൻ്റെ സ്തോത്രം 5-ാം അധ്യായം 24-ാം വാക്യം കഴിഞ്ഞ ദിവസം വായിച്ചത്, അന്ന് വായിച്ചങ്ങ് വിട്ടോ. യേശുവിൻ്റെ വാക്കാണ്. അങ്ങനെ തന്നെ എന്നാണ്. ആമേൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, വചനം കേട്ട്, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക്. മക്കളെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് മരണത്തിൽ നിന്ന്, ഏതാണ് മരണം? ശാരീരിക മരണോ? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കാണുന്ന ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ നിന്ന് പോകേണ്ട നിങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. സ്നാനപ്പെട്ട മക്കൾക്കൊന്ന് കരങ്ങൾ ഉയർത്തി പറയാൻ പറ്റുമോ? ഞാൻ ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. അടുത്ത വാക്ക് മതി. സ്തോത്രം. ഇനി അതിനോട് ചേർത്ത് നമ്മൾ ധ്യാനിക്കേണ്ടത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ ഉറങ്ങിയാലും ഉണർന്നാലും. ഒരു പ്രയോഗമുണ്ട് അവിടെ, വായിച്ചോ. 5:10. പത്താം വാക്യം വായിച്ചാട്ടെ. രക്ഷയെ പ്രാപിക്കാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ഇപ്പൊ യോഗത്തിനകത്ത് ഇരിക്കുമ്പോൾ ചിലപ്പോൾ അല്പം ഉറക്കമൊക്കെ വരുമായിരിക്കും. ഇന്ന് ഉറങ്ങിയത് കൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ലെന്ന് എനിക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? പ്രായം കൊണ്ടും ക്ഷീണം കൊണ്ടും ചിലപ്പോൾ ഗുളിക കഴിച്ചത് കൊണ്ടും ഒക്കെ ഒരു ഉറക്കം വന്നെന്ന് വരും. ഇവിടെയുള്ള ഉറക്കം മറ്റൊരർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഉറങ്ങിയാലും ഉണർന്നാലും ഉണർന്നിരുന്നാലും. വാക്യം ഒന്നും കൂടെ വായിച്ചോ. തന്നോട് കൂടെ ജീവിക്കേണ്ടതിന് രക്ഷയെ പ്രാപിപ്പാൻ അത്ര നിയമിച്ചിരിക്കുന്നത്. ആരെ പറയണം? എന്നെ നിയമിച്ചിരിക്കുന്നത്. ആമേൻ. റോമാലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചോ. പരിചിതമായ വാക്യമല്ലേ? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒറ്റ ശിക്ഷാവധിയും, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവേശുവിലാണ്. മക്കളെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്നു. ഇപ്പോൾ എവിടെയാണ്?
പറ, ക്രിസ്തുവിലാണ്. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും. പിന്നെ ആരാണ് ശിക്ഷാവിധി ഉണ്ടെന്ന് പറഞ്ഞേ? വായിക്ക താഴോട്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവ്. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. പഴയതെല്ലാം കഴിഞ്ഞുപോയി, പുതിയതായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ആ ഉറപ്പ് അകത്തുണ്ടാകണം. ഓക്കെ, ഇനി വിസ്തരിപ്പാൻ സമയമില്ല. നോക്കണമേ, എബ്രായ ലേഖനം 10-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ ജയകരമായ ജീവിതത്തിന് എങ്ങനെ നിങ്ങൾക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റും? വായിച്ചോ. നീതിമാൻ എന്ത് ചെയ്യും? ഇവിടെ എല്ലാവരും ഉണ്ടോ? ആ വാക്യം ശ്രദ്ധിക്കുന്നുണ്ടോ? എൻ്റെ നീതിമാൻ എന്ത് ചെയ്യും? വിശ്വാസത്താൽ ജീവിക്കും. ഇത് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. ഈ വാക്യം കൊണ്ടുപോയി നമ്മൾ കേട്ടുന്നത് എന്താണെന്നറിയോ? ഞാൻ ലോറി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ അത് കിട്ടത്തക്ക, ഞാൻ വീട് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു, ഞാൻ കാറ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എൻ്റെ നീതിമാൻ എന്ത് ചെയ്യും? വിശ്വാസ ജീവിതം അങ്ങനെയൊക്കെയാണ്. എന്നാൽ ഇവിടെ എഴുതിയേക്കുന്ന അതല്ല എന്ന് അതിൻ്റെ താഴോട്ട് വായിക്കേ. പിന്മാറുന്നുവെങ്കിൽ ഏതിന്ന്? വിസ കിട്ടുന്ന കാര്യത്തിൽ നിന്ന് പിന്മാറുന്നുവെങ്കിൽ, വീട് കിട്ടുന്ന കാര്യത്തിൽ നിന്ന് പിന്മാറുന്നുവെങ്കിൽ, അതാണോ? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ മുകളിലും താഴെയും എഴുതിയേക്കുന്ന എന്താന്ന് നോക്കണം, ഇല്ലെങ്കിൽ വലിയ അബദ്ധം പറ്റും. യൂദ കെട്ടിഞ്ഞാന്ന് ചത്തു, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക, ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക. 3 വാക്യം കൂടെ ചേർത്തിയിട്ട് കുറിപ്പ് എഴുതി വെച്ചിട്ട് ചാകാൻ പറ്റും, അല്ലേ ചാ? അതുകൊണ്ട് വേദപുസ്തകത്തിലെ വാക്യങ്ങൾ വെറുതെ അവിടുന്ന് ഇവിടുന്നും 2 കഷണം മാത്രം നുറുക്കി, അത് വിരുദ്ധാഹാരമാണ്, വലിയ പോയിസനാണത്. അതുകൊണ്ട് സത്യവചനം യഥാർത്ഥമായിട്ടേ കേൾക്കാവൂ, യഥാർത്ഥമായിട്ടേ പ്രസംഗിക്കാവൂ, യഥാർത്ഥമായിട്ടേ. മറ്റൊരുത്തൻ്റെ പോക്കറ്റിലെ 10 രൂപ നമ്മുടെ പോക്കറ്റിൽ വരണമെന്നുള്ള ഇത് കണ്ടോണ്ട്, ക്രിസ്തുവേശുവിൽ കൂടെ ഗാന്ധിയെ കണ്ടോണ്ട്, യേശുക്രിസ്തുവിൽ കൂടെ ഞാൻ കാണുന്നു ഗാന്ധി തലകൾ കണ്ടമാനം, നല്ല പുതിയ പുതിയ നോട്ടുകൾ. ക്രിസ്തുവേശുവിൽ കൂടെ സിയോൻ കാണുന്ന എത്ര പേരുണ്ട്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. വായിച്ചോ താഴോട്ട്. എൻ്റെ നീതിമാൻ എന്ത് ചെയ്യും? എൻ്റെ നീതിമാൻ എന്ന് പറഞ്ഞ് ഞാൻ നീതീകരിച്ച നീതിമാൻ, ഞാൻ ക്ലീൻ ഷീറ്റ് കൊടുത്ത നീതിമാൻ, ഞാൻ നീതീകരണം പ്രഖ്യാപിച്ച നീതിമാൻ, ഞാൻ നീതിമാൻ എന്ന് പറഞ്ഞ് നീതീകരിച്ച് വിട്ട നീതിമാൻ എന്ത് ചെയ്യും? ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ. ഇനി പിന്മാറുന്നുവെങ്കിലോ എന്ന് പറയുമ്പോൾ ആ വിശ്വാസം ഏതാണ്? എന്താണ്? യേശു എൻ്റെ രക്ഷകനാണ്, യേശുവിൻ്റെ കർത്താവാണ്. ഇനി അവിടുത്തെ വാക്യം വായിച്ചേ. അല്ല, അവിടെ അതിൻ്റെ മുകളിലെ വാക്യം, നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. പിന്മാറുന്നെങ്കിലോ എൻ്റെ ഉള്ളത്തിൽ, മക്കളെ ഇങ്ങോട്ട് ശ്രദ്ധിച്ച, പിന്മാറുന്നു എങ്കിലോ എൻ്റെ ഉള്ളത്തിന് അവനൊരു ഒരു പ്രസാദവും ഇല്ല. ഇനി അടുത്ത വാക്ക്, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ. ജയാളിയാകാൻ നിങ്ങൾ വിശ്വസിച്ച് 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 ജീവരക്ഷ പ്രാപിക്കണം. ഇനി ആ എബ്രായ ലേഖനം തന്നെ അതിൻ്റെ 10-ാം അധ്യായം, അതിൻ്റെ 12-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? മക്കളെ, സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിങ്ങളും
കഴിഞ്ഞ കാലങ്ങളിൽ സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേർന്ന നാമും കേൾക്കേണ്ടുന്ന സന്ദേശമാണ്: നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചെന്ത് ചെയ്യരുത്, മടുക്കാതെ ഇരിക്കാൻ. ഇത് പറയുന്ന സമയത്ത് എബ്രായ വിശ്വാസികൾ ക്ഷീണിച്ച് മടുത്തു. ഈ മടുപ്പിന്റെ ചെറിയ അംശം ഒരളവിൽ പലരിലും പല ഹൃദയങ്ങൾക്കകത്തും ഇന്ന് ഈ ആരാധനയ്ക്ക് ഇരിക്കുന്നവരുടെ ഉള്ളിൽ കാണാം. എന്നാൽ നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വചനത്തിൽ നിന്ന് കൈമാറുന്ന സന്ദേശം, അവൻ ഉള്ളിൽ ക്ഷീണിച്ച മടുക്കാതിരിപ്പാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ധ്യാനിക്കണം. ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ വേണം. നിങ്ങൾ സാക്ഷ്യം പറഞ്ഞാൽ, എവിടെ സാക്ഷ്യം പറഞ്ഞാലും ക്രിസ്തു വരണം. അല്ല, ഞാൻ ഇന്നലെ പേക്കിനാവ് കണ്ടു, ആന എന്നെ കുത്താൻ വന്നു, ഞാൻ വീണു. ഞാൻ ഇന്നലെ രാത്രി ഒരു മന്ത വെള്ളവും കുടിച്ചു. സ്തോത്രം. എപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ആര് വേണം? ക്രൂശിന്റെ വചനം. ഞങ്ങളെയൊക്കെ സുവിശേഷകരെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്ന എന്ത് പ്രസംഗിക്കാനെന്നറിയാവോ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ. മറ്റൊന്നും അറിയാത്തവരായി നിങ്ങളുടെ നടുവിൽ ഇരിക്കാൻ. ഈ പണിക്കിറങ്ങിയ ഞങ്ങൾ റൂട്ട് തെറ്റുമ്പോൾ ഞങ്ങളെയും പിടിക്കും ദൈവം. സ്തോത്രം. ഇനി വായിച്ചേ അടുത്ത വാക്ക്, അതിൻ്റെ 4-ാമത്തെ വാക്യം. നിങ്ങളെ എതിർത്ത് നിന്നിട്ടില്ല. അപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട നിങ്ങൾ മക്കളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് ഉള്ളത് എന്താണ്? തെറ്റുകൾ വരുമ്പോൾ ബാലശിക്ഷയാണുള്ളത്. മനസാക്ഷിയുടെ പ്രമാണകാലമല്ല ഇത്. അത് കഴിഞ്ഞു. അതങ്ങ് ഏതൻ വാസം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് മാറി. ഇപ്പം മനസ്സിൽ തോന്നുന്ന പോലെ പോകുന്ന കാലമല്ല. അപ്പോസ്തോലിക ഉപദേശത്തിൽ അധിഷ്ഠിതമായി പോകേണ്ട കാലമാണ്. അപ്പോൾ ആ വചനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വായിച്ച വാക്യം, 4-ാം വാക്യം വായിച്ചോ? അപ്പോൾ അങ്ങനെ മുമ്പോട്ട് താഴോട്ട് വരുമ്പോൾ താഴത്തെ വാക്യം കൂടെ വായിച്ചേ. മകനെ, നോക്ക ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. മകനെ, ഞാൻ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്, ബാലശിക്ഷ ഒരു അനുഗ്രഹം. യൂട്യൂബിൽ അവൈലബിൾ ആണ്, ലഭ്യമാണ്. ബാലശിക്ഷ ഒരു അനുഗ്രഹം. തിരുവത്താഴത്തിന്റെ അവസാനം ഞങ്ങൾ പറഞ്ഞു നിർത്തുന്ന കൊരിന്ത്യർ ലേഖനത്തിലെ വാക്യത്തിൽ ഇങ്ങനെയാണ്: ലോകത്തോടുകൂടെ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന്. അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, രക്ഷിക്കപ്പെട്ട ഒരാൾ ലോകത്തോടുകൂടെയുള്ള ശിക്ഷാവധി എന്ന വെളിപ്പാട് പുസ്തകം 20 കാണുന്ന ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ പോകാതിരിക്കാൻ അവനെ ശിക്ഷിക്കും. ഈ പണ്ട് ഈ പാർട്ടി നടപടി ഇപ്പോഴും ഉണ്ട്. അതിനകത്ത് ഒരു ശിക്ഷാ നടപടിയാണ് പരസ്യ ശാസന. സ്തോത്രം. അത് ശിക്ഷാ നടപടിയാണ്, പരസ്യ ശാസന. അത് സംഘടനാ തലത്തിലൊക്കെ അങ്ങനെ ഒരു നടപടി എടുക്കാറുണ്ട്. എന്നാൽ പരസ്യ ശാസന കൊണ്ട് ഒരാൾ നന്നാകാറില്ല. ഇവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും എനിക്ക് നിങ്ങളെ ഉപദേശിക്കണമെങ്കിൽ വ്യക്തിപരമായി ഇരുചെവി അറിയാതെ ഞാൻ ഉപദേശിക്കാറുമുണ്ട്, ശാസിക്കാറുമുണ്ട്. അത് നിങ്ങളെയൊക്കെ എല്ലാവരെയും കാണിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അതുകൊണ്ട് അവർക്ക് എന്നോട് സ്നേഹം കൂടുതലുമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ 4 പേരുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ഈഗോ എന്ത് ചെയ്യും? പരസ്യ ശാസന ഒരു ശിക്ഷാ നടപടിയാണ്. ഇവിടെ പരസ്യമായി ശിക്ഷ കൊടുക്കുന്നുണ്ട്. ആ ശിക്ഷ എന്തിനാണെന്നറിയാമോ? പിശാച് അവകാശവാദം പറയാതിരിക്കാൻ. ഹല്ലേലൂയ. നിന്റെ മകൻ അത് ചെയ്തിട്ട് എന്തുകൊണ്ടാ അവന് സ്വർഗത്തിൽ പോയേ എന്ന് ഉള്ളൊരു ചോദ്യം വരാതിരിക്കേണ്ടതിന് വേണ്ടി എന്ത് ചെയ്യും? അങ്ങനെ സാത്താൻ ചോദിക്കാതിരിക്കാൻ, അവകാശവാദം പറയാതിരിക്കാൻ എന്ത് ചെയ്യും? ബാലശിക്ഷ കൊടുക്കും. അതാണ് ചില ആളുകൾ പ്രായമാകുമ്പോഴൊക്കെ അവരെ ഒരുക്കാൻ വേണ്ടി കുറച്ച് ദിവസങ്ങൾ രോഗശയ്യയിലൊക്കെ ഒന്ന് കിടക്കും. അന്നേരമാണ് അവർ ഒരുക്കപ്പെടുന്നത്.
അതിനെ ശാപമായിട്ടൊന്നും കരുതരുത്. അങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്, പെട്ടെന്ന് ഭക്തന്മാരുടെ മരണം അല്ലാതെ ഉണ്ട്. അങ്ങനെ കിട്ടുന്നെങ്കിൽ അത് സൗഭാഗ്യം. എന്നാൽ കുറച്ചും കൂടെ ക്രമീകരിക്കപ്പെടാൻ ഉണ്ടെങ്കിൽ, ലോകത്തോടുകൂടെ ശിക്ഷാപതി അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് ചിലപ്പോൾ ഇവിടെ ഒന്ന് ശിക്ഷിച്ചിട്ട് ആ ശിക്ഷയെ ഒന്ന് പരസ്യമാക്കിയിട്ട് സ്വോത്രം സ്വോത്രം നിന്നെ നിന്റെ ആളത്വത്തെ അവൻ രക്ഷിക്കും. സന്തോഷത്തോടൊന്ന് സ്വോത്രം ചെയ്യാവോ? ഈ ഉപദേശ സത്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? പുറമറ്റത്തിലേക്ക് അവൻ്റെ കൈക്കലെ ആട് ഇന്ന് പാതാളത്തിൻ്റെ ആടും, മറ്റന്നാൾ 3 ദിവസം ഉപവാസം കഴിഞ്ഞപ്പോൾ അവൻ കൈക്കലെ ആടും, പിറ്റേ ആഴ്ച പാതാളത്തിൻ്റെ ആടും ആകുന്നില്ല. കർത്താവ് നമ്മെ രക്ഷിച്ചു, ജീവൻ നൽകി രക്ഷിച്ചു. ഒറ്റ വാക്യം കൂടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ആ 13-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? മക്കളെ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. നിങ്ങളെ നടത്തുന്നവരെ, വലിയ സഭകളാകുമ്പോൾ ചിലപ്പോൾ ആ പ്രസ്ഥാനം ഒന്നിൽ കൂടുതൽ ആളുകളെ അവിടെ നിയമിച്ചിട്ടുണ്ടാകാം. പാസ്റ്റർ, സഹശുശ്രൂഷകന്മാർ നിയമിച്ചിട്ടുണ്ടാകാം. സ്തോത്രം. എന്നാൽ നിങ്ങളെ നടത്തുന്നവരെ എന്ത് ചെയ്യണം? അപ്പോൾ ഇപ്പോൾ പുറമറ്റത്ത് നിങ്ങളെ നടത്തുന്നവരെ എന്ത് ചെയ്യണം? മക്കളെ ഒന്ന് പറയാവോ? ഇവിടെ ഉണ്ടോ? ഞാൻ വാക്യം പറയും. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് തർക്കുത്തരം പറയുവീൻ എന്നല്ല, കീഴടങ്ങിയിരിപ്പീൻ. അടുത്തത്, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവെന്നാകയാൽ. അടുത്തത് ഇത് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നിങ്ങളിപ്പോൾ സ്നാനപ്പെട്ട് സഭയോട് ചേർന്നേ ഉള്ളൂ. ചില വിശ്വാസികള്, വഴക്കാളികള് സഭയ്ക്കകത്തേക്ക് കയറി വരുമ്പോഴേ ആ പാസ്റ്റർക്ക് ഒരു ഭാരമാണ്. ശുശ്രൂഷ ഇരുന്നവർക്കറിയാം. നമ്മൾ എത്ര കരുത്തനാന്നേലും ഏത് വെല്ലുവിളി നേരിടുന്നവനാണ് വന്നല്ലോ വഴക്കാളി. ചിരിച്ച് പ്രൈസ്തലോടെന്നൊക്കെ പറയുമെങ്കിലും ഒരു മനസ്സിനകത്ത് ചിലരെ സാക്ഷ്യം പറയാൻ എഴുന്നേൽക്കുമ്പോഴേ ഒരു ഭാരമാ. അങ്ങനെ നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, ഞരങ്ങിക്കൊണ്ട് ഒരു കർത്തൃദാസന്റെ ഞരക്ക വിഷയമായി നീ മാറരുത്. ഗുണം ചെയ്തില്ലേലും നീ എന്ത് ചെയ്യരുത്, ദോഷം ചെയ്യരുത്. ലോകത്തിരുന്ന് സ്വോത്രം പറഞ്ഞില്ലേലും, സ്വോത്രം ഒന്നും പറയണ്ട, മിണ്ടാതിരുന്നാലും മതി, പാറ വയ്ക്കരുത്. നീ വിക്ടറി കാൽവറി എന്നൊക്കെ പറഞ്ഞിട്ട് പാരയും കൂടെ വെച്ചാലോ? സ്തോത്രം. ആത്മീക പരിവേഷങ്ങൾ ധാരാളം ഉണ്ട് പെന്തക്കോസില്, പരിവേഷങ്ങള്. സ്തോത്രം. അതിനെയൊക്കെ ദൈവമക്കൾ വിവേചിക്കണം. ഹല്ലേലൂയ. മക്കളെ എന്ത് ചെയ്യണം? ഇന്ന് ഞാൻ പ്രസംഗിക്കണമായിരുന്നോ? നിങ്ങൾ കീഴടങ്ങിയിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. നിങ്ങളുടെ അകത്ത് ആരാ ഉള്ളത്? ക്രിസ്തു. ഒന്ന് പറഞ്ഞാട്ടെ, എൻ്റെ അകത്ത് ജീസസ് ക്രൈസ്റ്റ് ആണുള്ളത്. അന്നേരം ഏതേലും ഒരു ദൈവദാസനോ ആരേലും തലേ കൈവച്ച് നിന്റെ അകത്തൊരു പ്യായുണ്ടെന്ന് പറഞ്ഞാൽ, പേയല്ല പ്യായ, ശാശുണ്ടെന്ന് പറഞ്ഞാൽ, ഉടനടി നിങ്ങൾ പറയേണ്ടത് ഞങ്ങൾക്കൊരു സഭയുണ്ട്, ആ സഭയ്ക്കൊരു പാസ്റ്ററുണ്ട്, ഞാൻ ആ പാസ്റ്ററെ ഇപ്പോൾ വിളിക്കാം പാസ്റ്ററെ എന്ന് പറഞ്ഞ് നമ്പർ കൊടുക്കുകയും വേണം. ഉടനടി അവരുടെ മുമ്പിൽ വെച്ച് വീഡിയോ കോളെങ്കിലും എന്നെ വിളിക്കണം. അപ്പം ഞാനും ആ ദൈവദാസനും കൂടെ സംസാരിക്കും. എന്നിട്ട് ഞാനല്ലേ നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, എന്നിട്ട് എനിക്കും കൂടെ പ്യായ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക്, പിന്നെ ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്തിയല്ലേ, നമ്മൾ ഉടനടി എന്ത് ചെയ്യും? പ്യായിന് നേരെ നടപടി സ്വീകരിക്കും. അല്ലാതെ ഈ സ്നാനപ്പെട്ട ആരുടെ മേലും പ്യായില്ല. തലയുണ്ടെന്ന് പറഞ്ഞ് എല്ലായിടത്തും കൊണ്ടുവന്ന് നീട്ടി വെച്ചു കൊടുക്കരുത്.
സ്തോത്രം. ഇനി നമ്മുടെ ഭാഷയെ പറഞ്ഞ വാക്യം ഉണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. സാത്താൻ ഇങ്ങനെ ഊതിയാ പോലും ആ കാറ്റ് നിന്റെ ദേഹത്ത് തട്ടണം. ആരുടെ? രക്ഷിക്കപ്പെട്ട് ജീവപുസ്തകത്തിൽ പേരുള്ളവന്റെ. ദൈവം അറിയണം. സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ ഒരു ബൈബിൾ കോളേജ് ചെന്നപ്പോൾ എന്നും ഒരു സഹോദരൻ അവൻ പ്രാർത്ഥിക്കായിരുന്നു, എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഞങ്ങൾ 2-3 പേര് അവിടെ പഠിപ്പിക്കുന്നവരാണ്. ചെന്നേച്ച് പറഞ്ഞു, ബ്രദർ എന്തോ ഈ പറയുന്നതെന്ന് ചോദിച്ചു. മൊത്തം പോരാട്ടോ ഭാഷ. ഞാൻ പറഞ്ഞു, അവനെ അവിടുന്ന് എഴുന്നേൽപ്പിച്ചു. രക്ഷപ്പെട്ടില്ല, അത് വേറെ വിഷയം. റൂട്ട് മാറിപ്പോകരുതാരും. 2026 ക്രിസ്തുവിൻ്റെ മക്കളായി ജീവിക്കാൻ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം.